ശ്രീ ജയചന്ദ്രൻ നോക്കൂ, ഇപ്പോ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണം വളരെ ഡയറക്റ്റാണ്. ഈ വൻ തോക്കുകൾ എന്ന പരാമർശം കോടതി 3 തവണയാണ് ആ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക്, അതായത് എൻ വാസുവും എ പത്മകുമാറും അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്യുമ്പോൾ അതൊരു അധ്യായമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ CPM-ന്റെ പ്രതിനിധികളൊക്കെ വന്ന് പറഞ്ഞിട്ട് ഈ പ്രതിപ്പട്ടികയിലുള്ള എല്ലാവരും തന്നെ ഒന്നെങ്കിൽ ചോദ്യം ചെയ്യലിനോ അറസ്റ്റിനോ ഒക്കെ വിധേയമായിട്ടുണ്ടല്ലോ. അവിടെ ഒന്നും ഞങ്ങൾ യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തിയില്ലല്ലോ. നിയമത്തിന്റെ വഴിക്ക് എന്നാണ് പറയുന്നത്. ആ നിയമമാണ് പറയുന്നത് ഇതിനപ്പുറത്തുള്ള ആളുകൾ ഇതിൽ കുടുങ്ങാനുണ്ട് എന്നുള്ളത്. പ്രതിപട്ടികയിലേക്ക് വന്ന് നിൽക്കേണ്ടി വരും എന്ന് കോടതിയാണ് കണ്ടെത്തുന്നത്. അപ്പോ അന്വേഷണം പൂർത്തീകരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതെ, പൂർത്തീകരിച്ചു എന്ന് പറയാൻ കഴിയില്ലല്ലോ. കേൾക്കാമോ? കേൾക്കാം ശ്രീജയൻ. ഇപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ ശ്രീ VD സതീശൻ പറഞ്ഞത് താങ്കൾ തന്നെ കേൾപ്പിച്ചു, ചോദ്യവും ചോദിച്ചല്ലോ. വലിയ സമ്മർദ്ദത്തിലാണ് SIT എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തിരിച്ചൊരു സംശയം മാധു, ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ ആയിരിക്കുന്ന SIT എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒരു ക്ലാരിറ്റി വരുത്തണമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ ചർച്ചയിൽ അദ്ദേഹമില്ല, അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് സന്ദീപ് വാര്യരുണ്ട് താനും. അപ്പോൾ അദ്ദേഹം പറയും എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. പിന്നെ ജാമ്യം കൊടുത്തില്ലല്ലോ, മഹേഷ് പണിക്കർ സൂചിപ്പിച്ചല്ലോ ജാമ്യം കൊടുക്കാത്ത ആൾക്കാരുടെ പ്രശ്നം. അപ്പോൾ ജാമ്യം കൊടുക്കുമ്പോൾ ഏത് കോടതിയിലാണെങ്കിലും ജാമ്യത്തിൻ്റെ വാദം നടക്കുമ്പോൾ, ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ പ്രോസിക്യൂഷൻ്റെ നിലപാട് സ്വാഭാവികമായും കോടതി ആരായുമല്ലോ. പ്രോസിക്യൂഷൻ ദുർബലമായിട്ടാണ് കോടതിയിൽ വാദിച്ചത്. അവർക്ക് ജാമ്യം കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള മട്ടിലാണ് വാദിച്ചത് എന്നൊരു അഭിപ്രായം പ്രതിപക്ഷ നേതാവിനുള്ളതായിട്ട് ഞാൻ കേട്ടില്ല. ഏതെങ്കിലും പിന്നെ UDF പ്രതിനിധികൾക്കുള്ളതായിട്ടും ഇതുവരെ കേട്ടിട്ടില്ല. മറിച്ച് എൻ്റെ അറിവിൽ ഒരു കാരണവശാലും അവർക്കിപ്പോൾ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഭാഗം സ്വീകരിച്ചത്. അതാണ് കോടതി മുഖവിലേക്ക് എടുത്തത്. അതുകൊണ്ടാണ് അവർക്ക് ജാമ്യം കൊടുക്കപ്പെടാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുന്നത് വലിയ സമ്മർദ്ദമാണ് അവർക്ക് മേൽ ചെലുത്തുന്നത്. ആരാണ്? ഗവൺമെൻറ്. പക്ഷേ വസ്തുത ഇങ്ങനെയാണ് താനും. അതിലൊരു പ്രശ്നമുണ്ട് ശ്രീ ജയചന്ദ്രൻ. അതായത് ഈ ആളുകൾക്ക് 4ാമത്തെ പ്രതിക്കോ 6ാമത്തെ പ്രതിക്കോ അല്ലെങ്കിൽ ഇതുവരെ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ അങ്ങനെ മുരാരി ബാബുവിനോ അവരെ ഒന്നും കുറിച്ചല്ല, അതിനപ്പുറത്തേക്ക് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകരുത് എന്ന സമ്മർദ്ദം സർക്കാർ ചെലുത്തുന്നു എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ആയിക്കോട്ടെ, ഞാൻ സമ്മതിക്കുന്നേ. ഞാൻ അവരുടെ ആരോപണങ്ങളെ കുറച്ച് കാണുകയോ കുറച്ച് പറയുകയോ അല്ല മാധു. എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. ഞാൻ അവരുടെ വിയോജിപ്പുകളെയോ വിമർശനങ്ങളെയോ കുറച്ച് കാണുന്നുമില്ല. അതിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ വളരെ ഉത്തരവാദിത്തോടെ തന്നെയാണ് ഞാൻ പറയുന്നത്. മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു വാദം പ്രോസിക്യൂഷൻ ദുർബലമായി ഈ പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്നു എന്നൊരു ആക്ഷേപം അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് പിന്നെ ഈ ദൈവതുല്യനായ ആൾ എന്ന് പറഞ്ഞു എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. അങ്ങനെയല്ല, പ്രയോഗം അങ്ങനെയല്ല. പിന്നെ ദൈവതുല്യം കാണുന്നവർ എന്നാണ് പത്മകുമാറിൻ്റെ പദപ്രയോഗം. ദൈവതുല്യം കാണുന്നവർ തുല്യൻ എന്നല്ല, തുല്യം കാണുന്നവർ എന്ന് പറയുമ്പോൾ ഒരാളല്ലല്ലോ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അതാരൊക്കെയാണെന്ന് കണ്ടെത്തിക്കോട്ടെ. ഇപ്പോൾ ഈ ദൈവതുല്യം എന്നുള്ളത് ഹൈക്കോടതിയുടെ പിന്നെ ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് ആ വിഷയം പരിശോധിക്കുമ്പോൾ അന്താരാഷ്ട്ര ഈ വിഗ്രഹ മോഷണം ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു റാക്കറ്റിൻ്റെ ഉടമയായ സുഭാഷ് കപൂറിനെ പരാമർശിക്കുന്നുണ്ട്. സുഭാഷ് കപൂറിനെ ഇടപെട്ടു എന്നല്ല, അത്തരക്കാർ എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. സുഭാഷ് കപൂറിനെ പോലെ ഉള്ളവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്നത് ദൈവതുല്യം കാണുന്നവർ എന്നാണ് പത്മകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അന്ന് നമ്മളെല്ലാം കേട്ടത്. അതിനെ ഇപ്പോൾ ദൈവതുല്യം അല്ലെങ്കിൽ ദൈവതുല്യൻ എന്നുള്ള നിലയിലേക്ക് മാറ്റിക്കൊണ്ടൊന്നും പ്രയോജനമില്ല. പത്മകുമാർ പറഞ്ഞ അവിടെ നിൽക്കുന്നത് തന്നെയുണ്ട്. ഇനി അത് ആരൊക്കെയാണ്? അത് പിന്നെ ഏതെങ്കിലും ആരോപിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനെ പറ്റിയാണ് ആരോപണം ഡയറക്റ്റായിട്ട് ഉന്നയിക്കുന്നത്. സന്ദീപ് വാര്യർ അതാണല്ലോ പറയുന്നത്. ഉണ്ടെങ്കിൽ പറയട്ടെന്നേ. അത് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പിന്നെ മൊഴികളോ തെളിവുകളോ ഉണ്ടെങ്കിൽ ഹാജരാക്കി അദ്ദേഹത്തിനെ പിന്നെ ഏതൊക്കെ തരത്തിലാണോ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയുന്നത് ആ തരത്തിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം അവർ. അതെന്തെങ്കിലും ആർക്കെങ്കിലും തർക്കമുണ്ടോ? ആർക്കെങ്കിലും അതിൽ നിന്ന് മറ പിടിക്കാൻ പറ്റുമോ? ഒന്നുമില്ലല്ലോ. ഇനി അതല്ല, ഇപ്പോൾ ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ വിധി നോക്കൂ, 4 പേജ് വിധി പുറത്ത് വന്നിട്ടുണ്ടല്ലോ. അതിലെന്താണ്? ഒരു വാചകമില്ലേ മാധു? പിന്നെ
2014 മുതൽ 2014 മുതൽ 2025 വരെയുള്ള കാലയളവിലെ വിവരങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ 11 വർഷം. അവിടെ ഒരു പ്രത്യേകത വരുന്നുണ്ട്. അത് പിന്നെ പരോക്ഷമായി മഹേഷ് പണിക്കർ പറഞ്ഞൊരു വിഷയത്തിലേക്ക് വരുന്നുണ്ട്. എന്താണെന്നറിയാമോ? 2017 ഫെബ്രുവരിയിൽ നടന്ന കൊടിമര പ്രതിഷ്ഠ. 2017 ഫെബ്രുവരിയിൽ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാണെന്നുള്ളത് പിന്നെ ഓർമ്മിക്കണം, അല്ലെങ്കിൽ അന്വേഷിച്ചോളൂ. എൻ്റെയും ബഹുമാനപ്പെട്ട സ്നേഹിതനായിരുന്നു അദ്ദേഹം. ദൗർഭാഗ്യവശാൽ അദ്ദേഹം മരിച്ചുപോയി. കോൺഗ്രസ് നേതാവായിരുന്നു. അത് അദ്ദേഹം അഴിമതിക്കാരെന്ന ആക്ഷേപമൊന്നും എനിക്കില്ല, ഞാൻ അങ്ങനെ പറയുന്നുമില്ല. പക്ഷേ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്, ഇന്നലെ ആ വിധിയിൽ അതുണ്ട്. 2014 മുതൽ 2025 വരെയുള്ള ഈ കാര്യങ്ങൾ അന്വേഷിക്കണം. ഒന്ന്. രണ്ടാമത്, ഈ അന്വേഷണം ശൈശവ ദശയിലാണ്, ഇൻഫൻസി സ്റ്റേജ് എന്ന് തന്നെ പറയുന്നു, ശൈശവ ദശയിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ ശാസ്ത്രീയ പരിശോധനകൾ, ഏതിൻ്റെ, ഈ ദ്വാരപാലക പാളികളുടെ അടക്കം ഫോറൻസിക് പരിശോധനകൾക്ക് കൂടുതൽ സമയം വേണം എന്നൊരാവശ്യമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പോട്ട് വെച്ചത്. അത് ശൈശവ ദിശയിലാണെന്ന് പരിഗണിക്കുമ്പോൾ അത് കൊടുക്കേണ്ടതുണ്ട് എന്ന് കോടതി കാണുകയാണ്. ഈ കാലയളവിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കണമെന്ന് കോടതി പറഞ്ഞു. കോടതി അങ്ങനെ പറയാനുള്ള പശ്ചാത്തലം ഒരുങ്ങുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നിനും കണക്കില്ല, ഒരു കാര്യത്തിനും കൃത്യമായ റിപ്പോർട്ടുകളില്ല, ഒരു കാര്യത്തെക്കുറിച്ചും വ്യക്തമായി ശാസ്ത്രീയമായി അഡ്രസ് ചെയ്തുള്ള രേഖകളില്ല തുടങ്ങിയ ബോധ്യങ്ങൾ കോടതിക്ക് ഇക്കാലയളവിൽ ഉണ്ടായതുകൊണ്ടാണ് ഇതിന്റെ ആദ്യത്തെ റിപ്പോർട്ടിൽ SIT അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിൽ പക്ഷേ പറയുന്നൊരു കാര്യം, അങ്ങ് സൗകര്യപൂർവ്വം മറന്നതാണോ എന്ന് എനിക്കറിയില്ല. സംശയാസ്പദമായ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാലയളവിൽ 2019 നടന്ന ഈ ഗോൾഡ് ഈ സ്വർണം പൂശൽ മാത്രമാണ് എന്നുള്ളത്. അതായത് സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി നടന്ന സ്വർണം പൂശൽ മാത്രമാണ് സംശയാസ്പദമായി ഇക്കാലയളവിൽ നടന്ന ഒരേ ഒരു കാര്യം എന്നതുകൂടി പറഞ്ഞു വെച്ചതും ഇതേ ബെഞ്ചാണ്. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ.